എക്സിറ്റ് പോൾ ഫലം വെച്ച് നോക്കിയാൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന ഉത്തമന്മാരുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് എന്ന് പറയുകയാണ് ഹരീഷ് പെരടി. തന്റെ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നത്. 1ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ കവർ ചിത്രം. ഇതിൽ ഒരു അമ്മയുടെ ചിത്രമില്ല എന്ന് ചൂണ്ടിക്കാട്ടി നടൻ ഹരീഷ് പെരടി. മുലപ്പാലിന്റെ മണം മാറാത്ത ഒരു കുട്ടിയുടെ പാഠപുസ്തകത്തിന്റെ കവർ ചിത്രം ഇതാണ്. കുടുംബശ്രീയിലെ പുല്ലുവെട്ടുന്ന ഒരു അമ്മ പോലും ഇല്ലാത്ത മാതൃകാ കവർ ചിത്രം. ഇങ്ങനെയാണ് ഹരീഷ് പെരടി പരാമർശിച്ചത്. പാഠ്യപദ്ധതി പരിഷ്കരിക്കുമ്പോൾ ലിംഗസമത്വം ഉൾപ്പെടുത്തിയുള്ള മാറ്റം എന്ന് മന്ത്രി ഉദ്ദേശിച്ചത് ഇതാണോ എന്ന ചോദ്യവും ഉയരുന്നു. എന്തായാലും കുറിപ്പിന്റെ പൂർണ്ണ രൂപം ആദ്യം വായിക്കാം. 1ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ മാറ്റത്തിന്റെ പേരിൽ ഏറെ ആഘോഷിക്കപ്പെടുന്ന ഒരു കവർ ചിത്രമാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സാധനങ്ങളുമായി വരുന്ന അച്ഛന്മാർ. അതിൽ സന്തോഷിക്കുന്ന ആൺ പെൺ കുട്ടികൾ, കിളികൾ, പൂക്കൾ, പശുവിന്റെ അപ്പുറം ചാണകമുണ്ടാവും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പക്ഷെ സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയിട്ട് പോലും ഒരു അമ്മയെ കാണാനില്ല. മുലപ്പാലിന്റെ മണം മാറാത്ത ഒരു കുട്ടിയുടെ പാഠപുസ്തകത്തിന്റെ കവർ ചിത്രമാണ് കുടുംബശ്രീയിലെ പുല്ലുവെട്ടുന്ന ഒരു അമ്മ പോലും ഇല്ലാത്ത മാതൃകാ കവർ ചിത്രം. എക്സിറ്റ് പോൾ ഫലം വെച്ച് നോക്കിയാൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന ഉത്തമന്മാരുടെ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാം എത്രയും പെട്ടെന്ന് ശരിയാകും. ആശംസകൾ. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും സ്ത്രീ സമത്വം, അതായത് ലിംഗസമത്വം വരും, അതിൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പ്രാതിനിധ്യം വരും എന്ന് മനസ്സിൽ വിചാരിച്ചു, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ നോക്കിയപ്പോൾ അവിടെ ഒരു സ്ത്രീ പോലും ഇല്ലാതെയായി. ഇത്തരത്തിൽ പ്രാവർത്തികമാക്കുന്നതും ചിന്തിക്കുന്നതും രണ്ട് തരത്തിലാകുന്നത് തന്നെയാണ് പരാജയത്തിനുള്ള കാരണമെന്ന് പരോക്ഷമായി പറഞ്ഞിരിക്കുകയാണ്, വിമർശിച്ചിരിക്കുകയാണ് ഹരീഷ് പെരടി. ലിംഗസമത്വം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ഒരുപോലെ വരണം എന്ന് തന്നെയല്ലേ ഉദ്ദേശം. പക്ഷേ ഇവിടെ അച്ഛനുണ്ട്, മക്കളുണ്ട്, നല്ല സന്തോഷകരമായ സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ അമ്മ എന്ന കഥാപാത്രമില്ല. ലിംഗസമത്വം എന്ന് ഉദ്ദേശിച്ചത് ഒഴിവാക്കൽ എന്ന് തന്നെയാണോ? എന്തായാലും സാമൂഹിക മാധ്യമങ്ങളിൽ മറ്റൊരു പാഠപുസ്തകത്തിന്റെ ചിത്രം കൂടി വൈറലായിട്ടുണ്ട്. അത് 3ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമാണ്. പുസ്തകത്തിലെ ഒരു അധ്യായത്തിലെ ചിത്രമാണ് ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അടുക്കളയിലെ ചിത്രത്തിൽ അമ്മയോടൊപ്പം അച്ഛനും വീട്ടുജോലി ചെയ്യുന്നതാണ് അവിടെ ഹൈലൈറ്റ്. അമ്മ ദോശ ചുടുന്നു, അച്ഛൻ തറയിലിരുന്ന് തേങ്ങ ചിരകുന്നു, പാവ കയ്യിൽ പിടിച്ച ആൺകുട്ടി അച്ഛൻ്റെ പ്രവൃത്തി നോക്കി നിൽക്കുന്നതുമൊക്കെ ചിത്രത്തിൽ കാണാം. അച്ഛനെ മാതൃകയാക്കി ആൺകുഞ്ഞുങ്ങൾ വളരണം എന്ന സന്ദേശം തന്നെയാണ് ഈ ചിത്രത്തിലൂടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും അത് നല്ലൊരു ചിത്രം തന്നെയാണെന്നുള്ള കമൻസും അത്തരം അഭിപ്രായങ്ങളുമാണ് ഉയരുന്നത്. പെൺകുട്ടി അലമാരയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നുണ്ട്, പരമ്പരാഗത രീതികളെയൊക്കെ മറിക്കുന്നതാണ് പുതിയ ചിത്രമെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം ഉയർന്നു. നേരത്തെ വീടിനെ കുറിച്ചുള്ള പാഠഭാഗത്തിൽ അമ്മ എപ്പോഴും അടുക്കള ജോലി ചെയ്യുന്നു, അച്ഛൻ പത്രം വായിക്കുന്നതും ഇതൊക്കെയായിരുന്നു പതിവ് കാഴ്ചകൾ. പക്ഷേ അത് തെറ്റായ ധാരണ കുട്ടികൾ വളർത്തുമെന്നും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പുരുഷന്മാർ കൂടെ അടുക്കള ജോലിയുടെ ഭാഗമാകണം എന്ന സന്ദേശം പുതിയ പാഠപുസ്തകത്തിലൂടെ പ്രചരിപ്പിക്കുന്നത് നല്ല പ്രവണതയാണ് എന്നും ഇതൊക്കെ മാറ്റത്തിന്റെ തുടക്കമാകട്ടെ എന്നും ഒരുപാട് പേർ അഭിപ്രായപ്പെട്ടിരുന്നു. വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് അടുക്കള എന്ന തലക്കെട്ടിന് താഴെയായാണ് ചിത്രം. അടുക്കളയിലെ ഉപകരണങ്ങൾ അടക്കമുള്ളവയെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനും കുട്ടികളോട് ആവശ്യപ്പെടുന്നുണ്ട്. പാഠ്യപദ്ധതി പരിഷ്കരിക്കുമ്പോൾ ലിംഗസമത്വം ഉൾപ്പെടുത്തിയുള്ള മാറ്റം ഉണ്ടാകുമെന്ന് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. അത് 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഹരീഷ് പെരടി ചൂണ്ടിക്കാണിച്ചതുപോലെ അമ്മയുടെ മടിയിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞ്, ഇപ്പോൾ പ്ലേ സ്കൂളുണ്ട്, അംഗനവാടിയുണ്ട്. അപ്പോൾ 3 വയസ്സ് കഴിയുമ്പോഴേ കുഞ്ഞുങ്ങൾ അമ്മയുടെ മടിയിൽ നിന്ന് സ്കൂളിലേക്ക് പോയി തുടങ്ങുന്നുണ്ട്. പക്ഷേ എന്നാലും 1ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ശരിക്കും ആധികാരികമായി ഒരു കുട്ടി പഠനം തുടങ്ങുന്ന സമയമാണ്. അപ്പോഴും അമ്മയെ വിട്ട് തന്നെ, അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യം ഏറെ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രായം തന്നെയാണ് 1ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത്. അവിടെ അമ്മയുടെ ചിത്രമില്ലാതെ അമ്മയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചിത്രം എന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഹരീഷ് പെരടി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു നാണയത്തിന് 2 ഭാഗമുണ്ട് എന്ന് പറയുന്നത് പോലെ മോശമാകണമെന്ന് ചിന്തിച്ചായിരിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരണമെന്ന് ചിന്തിച്ചായിരിക്കില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക. ചെയ്തു വന്നപ്പോൾ അങ്ങനെ ആയതാകാം. ഇനിയും തിരുത്താൻ വേണമെങ്കിൽ സമയമുണ്ട്. പക്ഷേ ഇത്രയും പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്തതുകൊണ്ട് അതും ഒരു വലിയ ബാധ്യതയാവും. എന്തായാലും ഇപ്പോഴും വന്നതെല്ലാം ഇങ്ങനെ തന്നെ വരട്ടെ. അടുത്ത എഡിഷൻ എടുക്കുന്ന സമയത്ത് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തും എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ കുട്ടിക്കാലം മുതൽ തന്നെ വീട്ടിൽ നിന്നും അവർ പഠിക്കുന്ന ഇടങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിൽ കൂടെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർ, അത് സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി, എല്ലാവരോടും ഒരേ രീതിയിൽ ഇടപഴകാനും എല്ലാവർക്കും ഒരേ പ്രാധാന്യം, ഒരേ ബഹുമാനം എല്ലാവർക്കും കൊടുക്കണമെന്ന സന്ദേശം മനസ്സിലാക്കാനും സഹായിക്കുന്നത് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ്. നല്ല മാറ്റങ്ങൾ എന്തായാലും വരട്ടെ. ആ മാറ്റങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.